വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. വയോധികരെ ആദരിക്കുന്നതിനും അവരുടെ അവകാശങ്ങളും പരിചരണവും ഉറപ്പാക്കുന്നതിനുള്ള സേവനങ്ങളും സാമ്പത്തിക ഉപദേശങ്ങളും മറ്റ് അവശ്യകാര്യങ്ങളും പ്രതിപാദിക്കുന്ന വയോമിത്ര. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹലോ കമ്മ്യൂണിറ്റി റേഡിയോ 90.8 സഹകരണത്തോടെ സാമ്പത്തിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ. വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. വയോമിത്ര, ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങൾക്ക് അഭിമാനം. കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനുമായി സഹകരിച്ച് അവതരിപ്പിക്കുന്ന പരിപാടി. നിർവഹണം നിർമ്മൽ മയ്യഴി. നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം. എപ്പിസോഡ് 9. മുതിർന്നവർക്ക് നേരെയുള്ള അതിക്രമം. ആദരിച്ചിടണം, വഴിയിൽ വീടാതെ താങ്ങിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും. പ്രിയമുള്ളവരെ, ഓൾഡ് ഈസ് ഗോൾഡ് കേട്ടിട്ടില്ലേ? പഴമയ്ക്കാണ് വീര്യം കൂടുതൽ എന്നത് നമുക്കറിയാം. മൂല്യങ്ങളുടെ കിരീടമണിഞ്ഞ മുതിർന്നവർ നമ്മെ ലോകജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ പഠിപ്പിച്ചു. എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ അവരാണ് കവചമായി മാറിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുതിർന്നവർ നമ്മുടെ അഭിമാനം. സമൂഹത്തിലെ പ്രായമായവർക്ക് അർഹമായ ബഹുമാനവും ആരോഗ്യവും സംരക്ഷണവും നൽകേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അവരുടെ ആരോഗ്യത്തെയും മാനസിക ക്ഷേമത്തെയും കുറിച്ച് അവബോധം വളർത്താനും ലക്ഷ്യമിടുന്ന ഈ പരിപാടിയുടെ 8 എപ്പിസോഡുകൾ ഇതിനകം പിന്നിട്ട് കഴിഞ്ഞു. ഇതെല്ലാം പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ട് കാണുമല്ലോ. 9ാം എപ്പിസോഡായ ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പ് സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പിനെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് ദുർബല വിഭാഗങ്ങളെ ഉയർത്താനും വികസിപ്പിക്കാനുമുള്ള നയങ്ങളും പരിപാടികളും സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. പ്രായമായവർ, സ്ത്രീകൾ, കുട്ടികൾ, പട്ടികജാതി പട്ടികവർഗക്കാർ, ഭിന്നശേഷിക്കാർ എന്നിവരുടെ അവകാശങ്ങളും ക്ഷേമവും ഈ വകുപ്പ് പ്രാഥമിക ശ്രദ്ധ നൽകുന്നു. നമ്മുടെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ഒത്തിരി പ്രായമായവരുണ്ട്,
ഒത്തിരി ഭിന്നശേഷിക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, മറ്റ് പിന്നോക്ക വിഭാഗക്കാരുമുണ്ട്. ഇവരുടെയെല്ലാം ക്ഷേമം, ഇവരുടെയെല്ലാം ആരോഗ്യം, ഇവരുടെയെല്ലാം നിലനിൽപ്പ്, ഇതൊക്കെ നാം സമൂഹത്തിൻ്റെയും നാം ഓരോരുത്തരുടെയും സമൂഹത്തിൻ്റെയും കടമയാണ്. ഇവരെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നത് നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യമാണ്. ഹമാരേ ബുസുർഗ് ഹമാര അഭിമാൻ, നമ്മുടെ മുതിർന്നവർ നമ്മുടെ അഭിമാനം എന്ന പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ഭരത് മുത്തച്ഛനും ലക്ഷ്മിയും പിന്നെ അവരുടെ കുറേ സുഹൃത്തുക്കളുമാണ്. അവർ നിങ്ങളുമായി ഒരു പ്രധാന വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്നു: മുതിർന്നവർക്ക് നേരെയുള്ള പീഡനം. ഈ പ്രശ്നത്തെക്കുറിച്ച് ജനങ്ങളിൽ എങ്ങനെ അവബോധമുണ്ടാക്കാമെന്നും പ്രായമായവരെ സഹായിക്കാൻ ലഭ്യമായ വിഭവങ്ങളെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ ഈ പരിപാടിയിലൂടെ ചർച്ച ചെയ്യുന്നു. എപ്പിസോഡ് 9: മുതിർന്നവർക്ക് നേരെയുള്ള അതിക്രമം. എന്താ ലക്ഷ്മിക്കുട്ടി ഇന്നൊന്നും മിണ്ടാത്തത്? എനിക്ക് വിഷമം തോന്നുന്നു. എന്തിന്? നമ്മുടെ ഈ കൊച്ചു പെൺകുട്ടിക്ക് ഇന്ന് എന്ത് സംഭവിച്ചു? മുത്തച്ഛ, ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് എന്നോടൊരു കാര്യം പറഞ്ഞു. അവൾ ഒരു വീടിലൂടെ നടന്നു പോകുമ്പോൾ ഉള്ളിൽ നിന്ന് ഉച്ചത്തിലുള്ള നിലവിളി കേട്ടു. അവൾ ശ്രദ്ധിച്ചു. പ്രായമായ ഒരു കുടുംബാംഗം വിലയേറിയ ഒരു ഗ്ലാസ് സെറ്റിൽ നിന്ന് അബദ്ധത്തിൽ ഒരു ഗ്ലാസ് പൊട്ടിച്ചതാണ് കാരണം. വില കൂടിയ സെറ്റും മറ്റു പല കാര്യങ്ങളും അവർ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് മറ്റ് 2-3 കുടുംബാംഗങ്ങൾ അവരെ രൂക്ഷമായി ശകാരിച്ചു. ഹൃദയഭേദകമായിരുന്നു ദാദു. അത് സത്യമാണ് ലക്ഷ്മി. നമ്മുടെ സമൂഹത്തിൽ മുതിർന്നവർക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട്. അവരാണ് നമ്മുടെ കുടുംബാംഗങ്ങളുടെ അടിത്തറ, അനുഭവത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സംഭരണികൾ. എന്നിട്ടും വീട്ടിലെ ഇത്തരം ചെറിയ പ്രശ്നങ്ങളിൽ പോലും അവർ ചിലപ്പോൾ മോശമായി പെരുമാറുന്നത് എന്തുകൊണ്ടാണ്? ദുരുപയോഗം ശാരീരികം മാത്രമല്ല, അത് മാനസികമോ വൈകാരികമോ സാമ്പത്തികമോ ഒക്കെ ആകാം. മുതിർന്നവർക്കെതിരായ അതിക്രമം തടയാൻ നിയമങ്ങളോ ചട്ടങ്ങളോ ഇല്ലേ? ഉണ്ടല്ലോ. എല്ലാ വർഷവും ജൂൺ 15-ന് ഞങ്ങൾ ലോക വയോജന ദുരുപയോഗ ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയുടെ 66/127 പ്രമേയത്തിൻ്റെ ഫലമായാണ് ഈ ദിനത്തിന് പ്രസക്തി കൈവന്നത്. എന്നാൽ ലോകമെമ്പാടും പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർക്കെതിരായ അതിക്രമങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ലക്ഷ്മി പറഞ്ഞത് ശരിയാ. ഇതൊരു ഗുരുതരമായ സാമൂഹിക തിന്മയാണ്. പ്രിയപ്പെട്ട ലക്ഷ്മി, മനുഷ്യാവകാശങ്ങളെ ഇത് സാരമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ പോലും ബോധവൽക്കരണത്തിലൂടെ ഇതിന് തടയിടാൻ ശ്രമിക്കുന്നത്. ശരിയാ. ഇന്ന് പല വീടുകളിലും ആൺമക്കളും പെൺമക്കളും പ്രായമായ മാതാപിതാക്കളെ ഒരു ഭാരമായി കണക്കാക്കാൻ തുടങ്ങിയതിൽ നിന്ന് സമൂഹത്തിന്റെ നെഗറ്റീവ് വശം വ്യക്തമാണ്. അതെ, നിർഭാഗ്യവശാൽ ഇതൊരു അനുമാനമല്ല, യാഥാർത്ഥ്യമാണ്. 35% ആളുകൾക്ക് അവരുടെ മുതിർന്നവരെ സേവിക്കുന്നതിൽ സന്തോഷം തോന്നുന്നില്ലെന്ന് ഈയിടെ ഒരു സർവേ കണ്ടെത്തിയിട്ടുണ്ട്. ഹെൽപ്പേജ് ഇന്ത്യയുടെ ജീവകാരുണ്യ സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ പ്രായമായ 5 പേരിൽ ഒരാൾക്കെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അതിക്രമം നേരിടുന്നുണ്ട്. കൂടാതെ 10,000 മുതിർന്നവരുമായി 20 സംസ്ഥാനങ്ങളിലായി ഡൽഹി ആസ്ഥാനമായുള്ള ഏജ് വെൽ ഫൗണ്ടേഷൻ എന്ന NGO നടത്തിയ സർവേയിൽ ഭയാനകമായ സ്ഥിതിവിവര കണക്കുകളാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. 23.44%.
അല്ലെങ്കിൽ രാജ്യത്തെ 1/4 പ്രായമായ വ്യക്തികൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ നിർബന്ധിതരാണെന്ന് ഈ റിപ്പോർട്ട് പ്രസ്താവിക്കുന്നു. ഈ പ്രശ്നം നഗരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല കേട്ടോ ലക്ഷ്മി, ഗ്രാമങ്ങളിലുമുണ്ട്. ഗ്രാമങ്ങളിൽ 21.38% വൃദ്ധരും നഗരങ്ങളിൽ 25.3% വൃദ്ധരും തനിച്ചാണ് ജീവിക്കുന്നത് എന്നും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുത്തച്ഛ, മറ്റൊരു സർവേ കാണിക്കുന്നത് ഇന്ന് മുതിർന്നവരോടുള്ള അവഗണനയ്ക്കും ദുരുപയോഗത്തിനും ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയാണോ? അത് ശരിക്കും എങ്ങനെയാ ലക്ഷ്മി? ഇന്നൊക്കെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ മുഴുകിയിരിക്കുകയാണ്. നമ്മുടെ വീടുകളിൽ താമസിക്കുന്ന പ്രായമായവരോട് ആരും സംസാരിക്കുന്നില്ല. ഇതവർക്ക് അസ്വാസ്ഥ്യവും അപകർഷതയും തോന്നുകയും ഏകാന്തത പോലുള്ള വിവിധ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ദുരുപയോഗം പലതരത്തിലാകാം. ചതവുകൾ അല്ലെങ്കിൽ സംഘട്ടനത്തിൻ്റെ അടയാളങ്ങൾ പോലുള്ള ശാരീരിക പരിക്കുകൾ മുതിർന്നവരെ ഏൽപ്പിക്കുക, മുതിർന്നവർക്കുണ്ടാകുന്ന വിഷാദം അല്ലെങ്കിൽ ഉത്കണ്ഠ പോലുള്ള മാനസിക ക്ലേശം, പിന്നെ മുതിർന്നവർക്ക് നേരെ ഉള്ള മോഷണമോ വഞ്ചനയോ പോലുള്ള സാമ്പത്തിക ചൂഷണം, അങ്ങനെ ഏതുമാകാം. മുതിർന്നവരോടുള്ള പീഡനത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. പക്ഷേ എന്താണ് പരിഹാരങ്ങൾ? അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിൻ്റെ ചില പദ്ധതികളെക്കുറിച്ച് ആദ്യം കേൾക്കാം. അതെ, നമുക്ക് സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിൻ്റെ ചില പദ്ധതികളെക്കുറിച്ച് നമുക്ക് കേൾക്കാം, അല്ലേ ലക്ഷ്മി? സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം സ്പോൺസർ ചെയ്യുന്നതും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ചതുമായ AVYAYയെ അടിസ്ഥാനമാക്കിയുള്ള ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം, ഹമാരെ ബുസുർഗ് ഹമാര അഭിമാൻ. ശ്രവിക്കുക, വിവരങ്ങൾ ശേഖരിക്കുകയും പ്രയോജനങ്ങൾ നേടുകയും ചെയ്യുക. കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനുമായി സഹകരിച്ച് അവതരിപ്പിക്കുന്ന പരിപാടി ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം. ഭാരതത്തിലെ മുതിർന്ന പൗരന്മാരെ ബഹുമാനിക്കാനും സംരക്ഷിക്കാനും അവരോട് ഇടപഴകാനും ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം എന്ന ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനുമായി സഹകരിക്കുന്നു. ശ്രോതാക്കൾ, മുതിർന്നവർ നമ്മുടെ സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അവർ അനുഭവത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും നിറകുടങ്ങളാണ്. എന്നിരുന്നാലും അവർ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പീഡനത്തിന് ഇടയാകുന്നു. അവർ നമ്മുടേതാണ്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവർക്ക് സുരക്ഷിതത്വവും മാന്യവുമായ ജീവിതം നൽകാനുമുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ്. നമ്മൾ മടിയോ ഭയമോ കൂടാതെ അവർ അർഹിക്കുന്ന അന്തസ്സോടെ ജീവിക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയണം. അത് ശരിയാണ്. നിങ്ങളോ നിങ്ങളുടെ ചുറ്റുമുള്ള ആരെങ്കിലുമോ അത്തരമൊരു സാഹചര്യം നേരിടുന്ന ഒരു വൃദ്ധനെ കണ്ടാൽ അയാളെ സഹായിക്കാൻ നിങ്ങൾ നടപടി കൈക്കൊള്ളണം. നിങ്ങൾ മുന്നിട്ടിറങ്ങണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഭാരതത്തിൽ ഒരു പൗരൻ്റെ കടമ നിറവേറ്റപ്പെടുള്ളൂ. 14567 നമ്പർ ഒരിക്കൽ കൂടി ഞാൻ പറയാം, 14567. ഈ നമ്പറിൽ സമർപ്പിത മുതിർന്ന ഹെൽപ്പ് ലൈൻ പോലുള്ള പ്രാദേശിക ഹെൽപ്പ് ലൈനുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. സഹായം ആവശ്യപ്പെടുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. ഒരു വയസ്സായ ആളിനെ അധിക്ഷേപിക്കുന്നത് കണ്ടാൽ മിണ്ടാതിരിക്കുക എന്നത് വളരെ ഗുരുതരമായ തെറ്റാണ് കേട്ടോ. നിങ്ങളും അങ്ങനെ കണ്ടാൽ ഇടപെടണം. ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണം. വാർദ്ധക്യമെന്നത് ജീവിത പുസ്തകത്തിൻ്റെ അവസാന അധ്യായമാണ്. എന്നെങ്കിലും നാം എല്ലാവരും ഈ പുസ്തകം വായിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് കണ്ണടച്ചാൽ
ആ നാളെ നമ്മൾ നേരിടേണ്ടി വരും. പഴുത്ത ഇല വീഴുമ്പോൾ പച്ച ഇല ചിരിക്കരുത്. പച്ച ഇലയും ഒരിക്കൽ താനേ പഴുത്ത് താഴെ വീഴും. ബോധവൽക്കരണം പലതരത്തിലും പ്രചരിപ്പിക്കാം. കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക. മുതിർന്നവരെ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ നിങ്ങളുടെ പ്രാദേശിക സംഘടനകളുമായും കമ്മ്യൂണിറ്റികളുമായും പല പരിപാടികളും സംഘടിപ്പിക്കേണ്ടത് പ്രധാനമാണ്. മുതിർന്നവരെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് പഞ്ചായത്ത് തലത്തിൽ ബോധവൽക്കരിക്കുക. സ്കൂളുകളിലും കോളേജുകളിലും വയോജനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ ബോധവൽക്കരണ പരിപാടികളും നടത്താം. അതുപോലെ അതെ, ലക്ഷ്മി പറഞ്ഞതുപോലെ ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ. വിവരങ്ങൾ ഒരു നിമിഷത്തിനുള്ളിൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നീങ്ങുന്നു, അല്ലേ? തികച്ചും ശരിയാണ് മുത്തച്ഛ. നിങ്ങൾ ഹൈടെക് ആവുകയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു മുതിർന്ന വ്യക്തിയോട് എന്തെങ്കിലും തരത്തിലുള്ള ദുരുപയോഗം നടക്കുന്നതായി നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓഫീസുമായി ബന്ധപ്പെടാം. നിങ്ങൾക്ക് 145667 എന്ന നമ്പറിൽ വിളിക്കാം. അല്ലെങ്കിൽ എൽഡർ അബ്യൂസ് അവയർനെസ് ഉപയോഗിച്ച് ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം. ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കും. മുത്തച്ഛ, ഇന്ന് എൻ്റെ സുഹൃത്ത് മുതിർന്ന പൗരന്മാർ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഇന്റർനെറ്റിൽ മുതിർന്നവരോടുള്ള പീഡനത്തെക്കുറിച്ച് തിരയാൻ തുടങ്ങി. അത് സംഭവിച്ചതാണോ എന്ന് ഞാൻ അന്നു മുതൽ ചിന്തിക്കുന്നു. മുത്തച്ഛ, ഇത് ശാരീരിക പീഡനം മാത്രമാണോ? അതെ ലക്ഷ്മി, അത് സത്യമാ. പല വൃദ്ധന്മാരും അവരുടെ കുടുംബങ്ങൾക്കുള്ളിലോ അവരെ പരിചരിക്കുന്നവരിൽ നിന്നോ ഒട്ടനവധി അതിക്രമങ്ങൾ നേരിടുന്നുണ്ട്. അക്കാര്യം ആരോടും പറയാൻ കഴിയാതെ അവർ അവരുടെ ലോകത്ത് നിശബ്ദമായി. അവർക്ക് പിന്നെയെല്ലാം ഒരു ഭാരമായി തോന്നിത്തുടങ്ങും. ഇത് മാനസികവും വൈകാരികവും സാമ്പത്തികവുമായ ദുരുപയോഗത്തിൻ്റെ രൂപത്തിലുമാകാം. സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം സ്പോൺസർ ചെയ്യുന്നതും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ചതുമായ AVYAYയെ അടിസ്ഥാനമാക്കിയുള്ള ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം, ഹമാരെ ബുസുർഗ് ഹമാര അഭിമാൻ. ശ്രവിക്കുക, വിവരങ്ങൾ ശേഖരിക്കുകയും പ്രയോജനങ്ങൾ നേടുകയും ചെയ്യുക. കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനുമായി സഹകരിച്ച് ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം. ഭാരതത്തിലെ മുതിർന്ന പൗരന്മാരെ ബഹുമാനിക്കാനും സംരക്ഷിക്കാനും അവരോട് ഇടപഴകാനും ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം എന്ന ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനുമായി സഹകരിക്കുന്നു. എപ്പിസോഡ് 9, മുതിർന്നവർക്ക് നേരെയുള്ള അതിക്രമം. പരിപാടി തുടർന്ന് കേൾക്കൂ. ഇനി ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഒരു റേഡിയോ നാടകം അവതരിപ്പിക്കുന്നു. നമസ്തേ മുത്തച്ഛ. മുത്തച്ഛനും കൊച്ചുമകളും തമ്മിൽ എന്താണ് ചർച്ച ചെയ്യുന്നത്? അനില മോളെ, സുഖമാണോ? വാ ഇരിക്കി. സുനിതയുടെ സ്കൂളിലെ മുതിർന്നവർക്കെതിരെയുള്ള അധിക്ഷേപത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, അല്ലേ? ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് മുത്തച്ഛ. ഞങ്ങളുടെ അയൽപക്കത്ത് എപ്പോഴും ദുഃഖിതയായ പ്രായമായ ഒരു സ്ത്രീയെയും ഞാൻ കണ്ടു. നിങ്ങൾ അവളെ സഹായിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവൾ ദുരുപയോഗം ചെയ്യപ്പെടുകയാണെങ്കിൽ അവളുടെ സുരക്ഷ നമ്മൾ ഉറപ്പാക്കണം, കേട്ടോ? അത് നന്നായിട്ടുണ്ട്. നാളെ നമുക്ക് അവരുടെ വീട്ടിൽ പോയി അവരെ വിഷമിപ്പിക്കുന്നത് എന്താണെന്ന് അന്വേഷിക്കാം. ഒരുപക്ഷെ നമുക്ക് അവരെ സഹായിക്കാനാകും.
നമസ്തേ വിമല സഹോദരി. എല്ലാം ശരിയാണോ? നിങ്ങൾ അല്പം അസ്വസ്ഥയാണെന്ന് തോന്നുന്നു. എപ്പോഴും ചിന്തകളിൽ മുഴുകിയിരിക്കുകയാണെന്ന് അനിൽ പറഞ്ഞിട്ടുണ്ട്. കേട്ടതൊക്കെ ശരിയാണോ വിമലേ? നമസ്തേ ഭായി സാഹിബ്, എനിക്ക് സുഖമാണ്. പക്ഷേ തനിച്ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദയവായി ഞങ്ങളോട് പറയാൻ മടിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ സഹായിക്കാം. നിങ്ങളുടെ ആശങ്കയ്ക്ക് നന്ദി. എന്നാൽ എൻ്റെ കുടുംബം എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനാൽ എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ അല്പം അസ്വസ്ഥയാകുന്നത്. ആദ്യം നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്ക്. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ദുരുപയോഗം നേരിടുന്നുവെങ്കിൽ സഹായം തേടേണ്ടത് പ്രധാനമാണ്. നിന്റെ വാക്കുകൾ കേട്ട് എനിക്ക് സന്തോഷം തോന്നുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. ശരി വിമല സഹോദരി, സ്വയം ശ്രദ്ധിക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക കേട്ടോ. ശരി സഹോദര. അനിലമോളെ, നമ്മളെല്ലാവരും ഈ വിഷയത്തിൽ ബോധവൽക്കരണം നടത്താൻ ശ്രമിക്കണം. കാരണം വിമലയെപ്പോലെ പലതരം പ്രശ്നങ്ങൾ നേരിടുന്ന നിരവധി മുതിർന്നവരുണ്ട് കേട്ടോ. തീർച്ചയായും നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മുത്തച്ഛ. ശരി ലക്ഷ്മി, നിങ്ങൾക്ക് സ്കൂളിൽ ഇതൊരു പ്രോജക്റ്റായി ചെയ്തുകൂടെ? എല്ലാവരും ഓർക്കുക, മുതിർന്നവരെ ബഹുമാനിക്കുക എന്നത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമുക്കൊത്തൊരുമിച്ചാൽ ഇവിടെ മാറ്റം കൊണ്ടുവരാം. ഈ റേഡിയോ നാടകത്തിൽ നിന്നുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കിടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമുക്കൊത്തുചേരാം. നമ്മുടെ മുതിർന്നവരെ ബഹുമാനിക്കാം. അവരുടെ സുരക്ഷ ഉറപ്പാക്കാം. സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം സ്പോൺസർ ചെയ്യുന്നതും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ചതുമായ AVYAYയെ അടിസ്ഥാനമാക്കിയുള്ള ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം, ഹമാരെ ബുസുർഗ് ഹമാര അഭിമാൻ. ശ്രവിക്കുക, വിവരങ്ങൾ ശേഖരിക്കുകയും പ്രയോജനങ്ങൾ നേടുകയും ചെയ്യുക. ഞങ്ങളെ ഒരു ചെറിയ ഇടവേള എടുക്കാം, അതിനുശേഷം തിരിച്ചു വരാം. കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനുമായി സഹകരിച്ച് റേഡിയോ ജൻവാണി അവതരിപ്പിക്കുന്ന പരിപാടി ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം. ഭാരതത്തിലെ മുതിർന്ന പൗരന്മാരെ ബഹുമാനിക്കാനും സംരക്ഷിക്കാനും അവരോട് ഇടപഴകാനും ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം എന്ന ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനുമായി സഹകരിക്കുന്നു. എപ്പിസോഡ് 9, മുതിർന്നവർക്ക് നേരെയുള്ള അതിക്രമം. പരിപാടി തുടർന്ന് കേൾക്കൂ.
പ്രിയപ്പെട്ട റേഡിയോ സുഹൃത്തുക്കളെ, മുതിർന്നവർക്ക് നേരെയുള്ള അതിക്രമം എങ്ങനെ നമുക്ക് തടയാം എന്ന് ഈ പരിപാടി ശ്രദ്ധിച്ചു കാണുമല്ലോ. ശാസ്ത്രീയ വീക്ഷണകോണിൽ വാർദ്ധക്യം അനിവാര്യമായ ഒരു ശാരീരിക അവസ്ഥയാണ്. തങ്ങളും ഈ കാലചക്രത്തിലൂടെ ഒരിക്കൽ കടന്നുപോകേണ്ടി വരുമെന്ന് ഇക്കാര്യത്തിൽ യുവാക്കൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക ക്രമം നിലനിർത്തുന്നത് വലിയ വെല്ലുവിളിയാകും. മുതിർന്നവരെ സേവിക്കുന്ന മൂല്യങ്ങൾ യുവാക്കൾ കാത്തുസൂക്ഷിക്കണം. മുതിർന്നവർ ഒരു ഭാരമല്ലെന്ന് വരും തലമുറയോട് പറയണം. ബഹുമാനം, സേവനം എന്നിവയെല്ലാം അവരുടെ അവകാശങ്ങളാണ്. അവർക്കത് നിഷേധിക്കാനാവില്ല. മുതിർന്നവരോട് അനാദരവ് കാണിക്കുന്നത് കുറ്റകരമാണെന്ന് പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. മുതിർന്നവരെ ബഹുമാനിക്കുക, മുതിർന്നവരെ സ്നേഹിക്കുക, മുതിർന്നവരെ പരിചരിക്കുക, മുതിർന്നവരെ ചേർത്ത് പിടിക്കുക. ഇതാവണം പുതുതലമുറയുടെ ലക്ഷ്യം. മുതിർന്നവർക്ക് നേരെയുള്ള അതിക്രമം. ഇന്ന് വിട വാങ്ങുന്നു. നമസ്കാരം. വയോമിത്രം എന്ന ഈ പരിപാടി പ്രിയ ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. വീണ്ടും അടുത്ത പ്രോഗ്രാമുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം. ഹമാരെ ബുസുർഗ് ഹമാര അഭിമാൻ. ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം. അടൽ വയോ അഭ്യുദയ യോജന AVYAY അടിസ്ഥാനമാക്കിയുള്ള പരിപാടി. ഹമാരെ ബുസുർഗ് ഹമാര അഭിമാൻ. വയോധികരെന്നും ആദരിച്ചിടണം, വഴിയിൽ വീഴാതെ താങ്ങിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും. ഓർക്കാം സ്നേഹിക്കാം ആദരവായി, നരയും ചുളിവെല്ലാം നെഞ്ചിലെത്തി. കൈപിടിച്ചിടാം, സഹായിച്ചിടാം. വയോധികർ നാടിൻ അഭിമാനമല്ലോ. വയോധികരെന്നും ആദരിച്ചിടണം, വഴിയിൽ വീഴാതെ താങ്ങിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും. ഓക്കാം സ്നേഹിക്കാം ആദരവാൽ, നരയും ചുളിവെല്ലാം നെഞ്ചിലെത്തി. കൈപിടിച്ചിടാം, സഹായിച്ചിടാം. വയോധികർ നാടിൻ അഭിമാനമല്ലോ.
ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ വയോ അഭ്യുദയ യോജന അടിസ്ഥാനമാക്കിയുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് ഹലോ റേഡിയോ 90.8 സാമൂഹിക റേഡിയോ. വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. വയോധികരെ ആദരിക്കുന്നതിനും അവരുടെ അവകാശങ്ങളും പരിചരണവും ഉറപ്പാക്കുന്നതിനുമുള്ള സേവനങ്ങളും സാമ്പത്തിക ഉപദേശങ്ങളും മറ്റ് അവശ്യ കാര്യങ്ങളും പ്രതിപാദിക്കുന്ന പരിപാടിയാണ് വയോമിത്ര.